നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നക്ഷത്രഫലം തുടർച്ചയാണ്. 2024 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് നാം ഇപ്പോൾ അവതരിപ്പിച്ചു വരുന്നത്. മേടം മുതൽ മകരം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കുംഭക്കൂറുകാരുടെ 2024 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് കുംഭക്കൂറുകാരുടെ പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുംഭക്കൂറുകാരുടെ രാശിയാധിപനായിട്ടുള്ള ശനി ആദ്യ അവസാനം കുംഭം രാശിയിൽ തന്നെയാണ്. സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും അനുകൂലമായിട്ടുള്ള ഫലം കൊണ്ടുവരാൻ ശനിക്ക് കഴിയും. വാക്കുകളിൽ ശക്തിയും മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കാനുള്ള ആജ്ഞാശേഷിയും ഒക്കെ കൈവരിക്കും. ജീവിതത്തിൽ അച്ചടക്കത്തിന് പ്രാധാന്യം ലഭിക്കുകയും ചിന്തകളൊക്കെ പ്രകടിപ്പിക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. 2-11 ഭാവാധിപനായിട്ടുള്ള വ്യാഴം മെയ് 1-ാം തീയതി വരെ 3-ാം ഭാവത്തിൽ നിൽക്കുകയും 7-9-11 ഭാവങ്ങളിലൊക്കെ ദൃഷ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ കളത്രം, ഭാഗ്യം, ലാഭം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നേട്ടമുണ്ടാകും എന്ന് തന്നെ പറയണം. അത് വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. നല്ല ദാമ്പത്യ ജീവിതത്തിന് അവസരമൊരുക്കും. ബിസിനസ് വളർച്ചയ്ക്കും പൊതുവെയുള്ള എല്ലാ ജീവിത ഉയർച്ചയ്ക്കും കാരണമാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകുകയും ചെയ്യും. 2-ാം ഭാവത്തിൽ രാഹുവും അഷ്ടമരാശിയിൽ കേതുവും നിൽക്കുന്നത് കാരണം ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ക്രമരഹിതമായിട്ടുള്ള ഭക്ഷണശീലം, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ എന്നിവയിൽ ജാഗ്രത പാലിച്ചാൽ 2024 അനുകൂലമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കുംഭം രാശിക്കാരെ കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വിശദമായിട്ട് ഓരോരോ ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. ആദ്യം ധനപരമായിട്ടുള്ള കുംഭം രാശിക്കാരുടെ അവസ്ഥയൊന്ന് പരിശോധിക്കാം. 2024 കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായിട്ട് മികച്ച വർഷമായിരിക്കും. വർഷാരംഭത്തിൽ തന്നെ സൂര്യനും ചൊവ്വയും 11-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. കൂടാതെ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി, ശനിയുടെ അനുകൂല സ്ഥിതി, ഇതെല്ലാം സാമ്പത്തികമായി മെച്ചം നൽകുന്നവയാണ്. മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ധീരമായി തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യും. അത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകും. മാർച്ച് മാസത്തിൽ ചില സാമ്പത്തിക അസന്തുലിതാവസ്ഥയൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും അതിനെയൊക്കെ വിദഗ്ധമായി തരണം ചെയ്യും. വിവേകപൂർവം വരവും ചെലവും കൈകാര്യം ചെയ്യാൻ കുംഭക്കൂറുകാർക്ക് 2024 സാധിക്കുന്നതാണ്. അങ്ങനെ സാധിക്കുന്ന പക്ഷം വളരെ മികച്ച സാമ്പത്തിക വർഷമായി 2024 കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മാറുന്നതാണ്. ഇനി കുംഭക്കൂറുകാരുടെ പ്രവർത്തന മേഖലയൊന്ന് നോക്കാം. ശനി ജന്മരാശിയിൽ നിന്നുകൊണ്ട് 10-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. 10-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും ഏതാണ്ട് വർഷാരംഭത്തിലും മറ്റും അനുകൂല ഭാവത്തിലാണ്. വ്യാഴത്തിന്റെ ഭാഗ്യസ്ഥാനത്തെ വർഷാരംഭത്തിലുള്ള സ്വാധീനവും മെയ് 1 മുതൽ 4-ാം ഭാവത്തിൽ നിന്ന് 10-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയുമൊക്കെ കുംഭക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ശനിയുടേതായിട്ടുള്ള ഗുണഫലങ്ങളും ഏപ്രിൽ മാസത്തിന് ശേഷം ശനിയും വ്യാഴവും ഒരുപോലെ ഗുണം ചെയ്യുക മൂലവും ഒക്കെ കർമ്മമേഖല മികച്ച ഫലങ്ങൾ നൽകും എന്ന് പറയാം. എന്നാൽ ശനിയുടെ 10ലേക്കുള്ള സ്ഥിതി അലസത ഉണ്ടാകാനുള്ള സാധ്യതയും പറയേണ്ടതാണ്. അലസതയൊക്കെ വെടിഞ്ഞ് കർമ്മമേഖലയിൽ കഠിനാധ്വാനം ചെയ്യുന്ന പക്ഷം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 2024 വളരെ മികച്ചതായിരിക്കും. 2024 ജൂലൈ മുതൽ ഓഗസ്റ്റ് മാസം വരെ ഒന്ന് ശ്രദ്ധിച്ച് വളരെ കരുതലോട് മുന്നോട്ട് പോയാൽ മികച്ച തൊഴിൽ വർഷമായിട്ട് 2024 മാറ്റാം. ഓഗസ്റ്റിന് ശേഷം ഒക്ടോബർ മാസം വരെ മാറ്റങ്ങൾക്കുള്ള അവസരങ്ങളാണ്. വർഷാവസാനം വളരെ ഗംഭീരമായിട്ടുള്ള സമയവുമാണ് എന്ന് തന്നെ പറയണം. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാശിയാധിപനാണെങ്കിൽ പോലും ശനിയുടെ ജന്മരാശിയിലെ സ്ഥിതിയും 2-ാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതിയും അഷ്ടമരാശിയിലെ കേതുവിന്റെ സ്ഥിതിയും ആരോഗ്യത്തിൽ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കണം എന്നതിന്റെ സൂചനയാണ്. എന്നാൽ രാശിയാധിപനായതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മികച്ച വർഷം തന്നെ ആയിരിക്കും 2024 എന്നും പറയാം. അതിനായിട്ട് അച്ചടക്കമുള്ള ജീവിതശൈലി നയിക്കേണ്ടതാണ്. കഠിനാധ്വാനം ചെയ്ത് ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടതാണ്. തമോ ഗുണപ്രധാനമായിട്ടുള്ള പഴകിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഗ്രഹസ്ഥിതിയൊക്കെ പരിശോധിക്കുമ്പോൾ മൂലക്കുരു പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക.
കൂടാതെ അണുബാധകൾ, അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. കൃത്യസമയത്ത് പരിശോധനകളൊക്കെ നടത്തുക. എന്നാൽ ആലോചനയില്ലാതെ അനാവശ്യ മരുന്നുകളെയൊക്കെ കഴിക്കുന്നതും ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തേണ്ടതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2024 കുടുംബപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. 2ാം ഭാവത്തിൽ രാഹുവാണ്. 7ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. വർഷാരംഭത്തിൽ, അതായത് ഏപ്രിൽ മാസം വരെ വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. ഏപ്രിൽ മാസം വരെ ശനിയുടെ ദൃഷ്ടിയും മറ്റും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയേക്കാം. വ്യാഴത്തിന്റെ ദൃഷ്ടിയും അതിന് സഹായകരമാണ്. എന്നാൽ കുടുംബ കാര്യങ്ങളിൽ ഭർത്താവും സന്താനങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിലും സ്വന്തം കുടുംബത്തോട് ഇടപെടുമ്പോഴുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം. കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരായിട്ടുള്ള കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഭാര്യയുമായിട്ടുള്ള ബന്ധമൊക്കെ മികച്ചതായിരിക്കുമെങ്കിലും സ്വന്തം കുടുംബക്കാരുമായിട്ട് അലോസരങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളുമായി നല്ല ബന്ധം നിലനിർത്താനൊക്കെ സാധിക്കുന്നതാണ്. കുംഭക്കൂറുകാരുടെ പരിശ്രമത്തിന് വേണ്ട പിന്തുണ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ഐക്യം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. മെയ് 1 ശേഷം വ്യാഴം കുറച്ചുകൂടി അനുകൂലമാകുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്കൊക്കെ ദൃഢത കൈവരിക്കാൻ സാധിക്കും. ഒക്ടോബറിന് ശേഷം ഡിസംബർ മാസത്തിനുള്ളിലൊക്കെ പിതാവിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് നമുക്ക് കുംഭക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തെ ഒന്ന് ചിന്തിക്കാം. കുംഭക്കൂറിന്റെ 5ാം ഭാവാധിപൻ ബുധനാണ്. വർഷാരംഭത്തിൽ അനുകൂല ഭാവത്തിലും അനുകൂല അവസ്ഥയിലുമാണ്. കൂടാതെ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതിയും മറ്റും വിദ്യാർത്ഥികളായിട്ടുള്ള കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. കൂടുതൽ മികച്ച ഫലങ്ങളെ തന്നെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാനായിട്ട് കുംഭക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാനും ഉന്നത വിദ്യാഭ്യാസ യോഗത്തിനുമൊക്കെ കുംഭക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാഹചര്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കുംഭക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മീനക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.